നടക്കാറുണ്ട്. 2 വർഷം മുമ്പ് GSTയുടെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ്സുകളാണ് ഇതുപോലുള്ള ഇൻകം ടാക്സും GST അതുപോലുള്ള വരുമാനങ്ങൾ ഒളിപ്പിക്കുന്ന വ്യക്തികളുണ്ടാവും. പൊതുവെ എന്താ പറയുക, തെറ്റുകൾ പറ്റിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഇത് വരുന്ന ആൾക്കാരെ ഇതിനെല്ലാം ഈ ED അല്ലെങ്കിൽ PMLA മറ്റൊന്നും ജനങ്ങളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്കൊരു 16,500 ക്ലയൻസ് ഉണ്ട്. ഇവരെല്ലാം അവരുടെ ഹാർഡ് ഏൺ മണി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയിലേക്ക് ധാരാളം ആൾക്കാർ മെയിലുകളും നേരിട്ടും ഫോണിലൂടെയും ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തു. അവർക്കെല്ലാം പൂർണ്ണമായും ധൈര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊരിക്കലും പറ്റിക്കപ്പെടില്ല. കാരണം ഇവിടെ 2026 ഓഗസ്റ്റ് 1-ാം തീയതി ഈ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരാളുടെ ഒരു രൂപ കൂടുതലായിട്ട് വാങ്ങിക്കുകയോ അവരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് എന്താ പറയുക മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് നഗ്ന സത്യം. അപ്പോൾ ഇതൊരു ഉത്തരവാദപ്പെട്ട കമ്പനിയാണ്. ഉത്തരവാദിത്ത രീതിയിൽ എല്ലാം നടത്തി കൊടുക്കുക, പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്രിൻസിപ്പിൾ. അതുതന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യവും. ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്നു, ഈ കമ്പനി കള്ളക്കടത്തും അതുപോലെ തന്നെ മറ്റുള്ള മണി ലോണ്ടറിങ്ങും ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പല മീഡിയകളും, മെയിൻ സ്ട്രീം മീഡിയകളൊന്നുമല്ല, ഇതിവിടെയുള്ള ആൾക്കാരല്ല, യൂട്യൂബേഴ്സ് എല്ലാം വളരെയധികം ശ്രമിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസിക പ്രയാസങ്ങളുണ്ടാക്കി. പക്ഷെ ഞങ്ങളറിയാവുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു കാര്യമായിരുന്നില്ല. ഈ കമ്പനിയിൽ ഇതിപ്പോഴുള്ള കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ചെയർമാൻ, അദ്ദേഹത്തെ ഞാൻ അതിൽ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്നു, സ്കാവഞ്ചേഴ്സ് ബേർഡ്സിനെ പോലെ അല്ലെങ്കിൽ അനിമൽസിനെ പോലെ മരിച്ചു കിടക്കുന്ന അയാളെ വേട്ടയാടുന്നത് അത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതൊരു എന്തെന്നാ പറയാൻ, ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. അതൊരു വളരെ മ്ലേച്ഛകരമായ കാര്യമായിരുന്നു. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു വിധത്തിലുള്ള കള്ളക്കച്ചവടമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന. പിന്നെ അദ്ദേഹത്തിന് ഇത്രയധികം എന്താ പറയുക, വിമർശിക്കാൻ, മരിച്ചു കഴിഞ്ഞ് ഇത്രയധികം വിമർശിക്കാൻ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ നാട്ടിൽ എന്ത് അരുതാത്തതാണ് പുള്ളി ചെയ്തത്, എന്ത് തെറ്റാണ് പുള്ളി ചെയ്തത്.